മക്കൾക്ക് പെട്ടെന്നൊരു പിസ്സ തിന്നണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ അവരോട് പറഞ്ഞു, ഉമ്മി ഞങ്ങൾക്ക് പെട്ടെന്നൊരു പിസ്സ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്നൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട്, നമുക്കൊന്ന് ഐഡിയ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡാണ് നമ്മൾ എടുത്തതാണ്. നമ്മൾ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവണിൽ വെച്ച് എങ്ങനെയാണ് റെഡിയാക്കാം, പാനിൽ വെച്ച് എങ്ങനെ ശരിയാക്കാം എന്നാണ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓവണിലേക്കുള്ള ബ്രെഡ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അത് ബ്രെഡിന് ആദ്യം ഒരു സൈഡ് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. ബട്ടർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ ആയതുകൊണ്ട് തേക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്ന് ഉരുക്കി എടുത്തിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ബട്ടർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തേച്ചൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമേ ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2 സൈഡ് തേക്കുന്നില്ല. മറ്റേ സൈഡ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് തേച്ചിട്ട് ഇനി ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് പിസ്സ സോസാണ് ചെയ്യുക. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഇത് നമുക്ക് അത് വേണ്ടവർക്ക് ഞാൻ പിന്നീട് റെസിപ്പി അതിൽ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അതേ ഹോം മെയ്ഡുള്ള പിസ്സ സോസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ സോസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് ഒരു സോസ് ഉണ്ടാക്കിയെടുത്തതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഒറിഗാനോ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇടുന്നില്ല. സോസിൽ ഞാൻ ഓൾറെഡി ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി സെപ്പറേറ്റ് ഇടണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഞാൻ അതിൽ ഒറ്റ പീസുള്ള ചീസ്, അപ്പോൾ ഉരച്ചൊക്കെ എടുത്ത് തരാം. അപ്പോൾ ആദ്യം ഇതുപോലെ വന്ന് പിന്നെ ഞാൻ ചെറിയ പീസാക്കി എടുത്ത് അതിനി ഉരച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫ്രീസായിരിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞ സാധനങ്ങളല്ല. അപ്പോൾ എല്ലാം ഫ്രിഡ്ജിൽ ഫ്രീസായിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ശരിയാക്കി താന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് റെഡി എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതാ ചീസ് ഉണ്ടായിരുന്നത് ചെറിയ പീസാക്കിന് ഇട്ട് കൊടുത്ത് മൊസറല്ല ചീസാണ്, പിസ്സ ചീസാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിറച്ചൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് ആ പിള്ളേർക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അത് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ചെറിയ പീസായിട്ടൊക്കെ ഞാൻ ചിക്കൻ പൊരിച്ചത് ചെറിയ പീസ് അരിഞ്ഞ് വെച്ചിട്ട് 2-3 കഷ്ണമൊക്കെ മതി. അത് കുഞ്ഞായിട്ടൊന്ന് പൊരിച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കാണുമ്പോൾ പിള്ളേർക്ക് ഓൾറെഡി എല്ലാ മക്കളും കഴിച്ചോളും. പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം എൻ്റെ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ, 2 ചുമപ്പും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ കളർഫുള്ള് കുറഞ്ഞു പോവും, അത്രയേ ഉള്ളൂ. അതും അവിടെ ഇവിടെയൊക്കെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയിൽ 2 കഷ്ണം അവിടെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ 2 റെഡിയാക്കി ഞാൻ പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനിൽ വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇടാം. പിന്നെ പാനിൻ്റെ അടിയിൽ ദോശക്കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രമേ വെക്കാവുള്ളൂ, ഡയറക്റ്റ് ഒരു കാരണവശാലും വെക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ചീസ് കുറച്ച് മേലിലേക്ക് ചൂട് കയറിയാൽ ഒന്ന് മെൽറ്റ് ആവുള്ളൂ. പക്ഷെ ആ ചൂട് കയറി പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് ഹാർഡായി പോവുകയും ചെയ്യും. പിന്നെ അടിഭാഗം കരിഞ്ഞും പോകും. അതുകൊണ്ട് ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചതിന് ശേഷം, എന്തെങ്കിലും പഴയ പാൻ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പൊക്കത്ത് പാൻ വെച്ചിട്ട് ബ്രെഡ് വെക്കാവുള്ളൂ. ഗ്യാസ് വെച്ചത് അത്ര സെക്സായി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് വെച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യം അടിയിൽ കരിഞ്ഞു പോയി. പക്ഷേ രണ്ടാമത് ശരിയായി. പക്ഷേ ഇച്ചിരി സോഫ്റ്റ്നെസ് കുറഞ്ഞു പോയായിരുന്നു. കാരണം നമ്മൾ ചൂട് ചെല്ലുന്നതനുസരിച്ച് ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഞാൻ ദോശക്കല്ല് ആദ്യം വെച്ചത്, അതുകൊണ്ട് നിങ്ങൾ ദോശക്കല്ല് വെച്ചതിന് ശേഷം പാൻ വെക്കുക. അതിൻ്റെ പാനിൽ എന്നിട്ട് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ 2 ഓവണിൽ വെച്ച് ശരിയാക്കിയായിരുന്നു. അപ്പോൾ 2 ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓവണിൽ വെച്ച് വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ ഓവണിൽ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പാനിൽ വെച്ചത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് നോക്കാം. പാനിൽ വെച്ചതാണ്. അപ്പോൾ പാനിൽ വെച്ച് നോക്കി ഒടിക്കുമ്പോൾ ഒരു ഹാർഡ് ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് നിങ്ങളുടെ അടുപ്പിച്ച് ഞാൻ കാണിച്ചത്. ഒരു ചെറിയൊരു ഹാർഡ് ഫീലാണ്, ചെറിയ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഇതാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ചൂടധികം ആവാതെ നോക്കാം. അപ്പോൾ ഇനിയുള്ളത് നമുക്കിനി ഓവണിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവണിലും കൂടി നോക്കിയിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ചെറിയൊരു അബദ്ധം ആദ്യം പറ്റി, കാരണം ഇതല്ല ആദ്യമേ പറ്റിയത്. എനിക്ക് ട്രയൽ നേരെ വെച്ചുകൊണ്ട് കരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ രണ്ടാമത് വെക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ പണി പാളിപ്പോവും. പിന്നെ രണ്ടാമത് ഞാൻ ഓവണിൽ വെച്ചതാണ്. ഓവണിൽ പക്ക പെർഫെക്റ്റായിട്ട് കിട്ടി. 1 മിനിറ്റ് എനിക്ക് ആവശ്യം വന്നുള്ളൂ, കൂടുതലൊന്നും വേണ്ടി വന്നില്ല. നല്ല ചീസൊക്കെ നല്ല മെൽറ്റായി, നല്ല അടിപൊളിയായി.
ഇതുപോലെ നല്ല ക്രീമിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഉള്ളവർ ഓവനിൽ വെക്കുക, ഓവനില്ലാത്തവർ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും പുറത്ത് വെച്ചിട്ട് മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ. എല്ലാ ഓവൻകാർക്കും വെക്കാം. മൈക്രോ ഓവനിൽ 1 മിനിറ്റ് വെച്ച് തന്നെ കറക്റ്റ് ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.